Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക് ഹൗ ടു ഗസ് ദ ജെൻഡർ ഓഫ് ദ ജർമ്മൻ നൗൺസ്. നമുക്കറിയാമല്ലോ, ജർമ്മൻ പഠിക്കുന്ന ആരോടെങ്കിലും ഈ ഭാഷ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ ഏറ്റവും കഷ്ടപ്പാട് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരും എന്തായിരിക്കും പറയുക? നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം കമൻറ്റ് ചെയ്യുക. ഞാൻ ജർമ്മൻ പഠിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കഷ്ടപ്പാടായിട്ട് തോന്നിയത് ജർമ്മൻ നൗൺസിൻ്റെ ജെൻഡർ ആർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം, ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നൗൺസിൻ്റെ ജെൻഡർ കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതനുസരിച്ച് സെൻറ്റൻസ് ക്രിയേഷൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ബുക്ക് ന്യൂട്രാലും ടേബിൾ മസ്കുലിനും ആൻഡ് ദ ലാമ്പ് ഫെമിനിനും ആയത്? ഹൗ ആർ യു സപ്പോസ് ടു റിമെമ്പർ ഓൾ ദിസ്? നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ശരിയായി സംസാരിക്കണമെങ്കിൽ നൗൺസിൻ്റെ ജെൻഡർ എന്താണെന്ന് നമുക്ക് നല്ല ഐഡിയ വേണം. അല്ലെങ്കിൽ നമ്മളത് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. ജർമ്മൻ നൗൺസിൻ്റെ ജെൻഡർ കണ്ടുപിടിക്കാനുള്ള ഈസി ട്രിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കെല്ലാം കാണാപ്പാഠം മനസ്സിലാക്കാതെ തന്നെ നൗൺസിൻ്റെ അവസാനമോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമോ നോക്കി അതിൻ്റെ ജെൻഡർ ആർട്ടുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. എല്ലാ ജർമ്മൻ നൗൺസിൻ്റെയും ജെൻഡർ ആർട്ടിക്കിൾസ് എന്തായിരിക്കും? മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രാൽ, ഇതിലെ എന്തെങ്കിലും ഒന്നായിരിക്കും. ഈ ലിസ്റ്റ് ഓഫ് കോണ്ടൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രാൽ ജെൻഡറിൽ വരുന്ന കോമൺ നൗൺസ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നൗണിൻ്റെ എൻഡിങ് നോക്കി നമുക്കത് ഏത് ജെൻഡറാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രാൽ ജെൻഡറിൽ വരുന്ന നൗൺസിൻ്റെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എൻഡിങ്ങുകളും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം നൗൺസ് ദാറ്റ് ആർ മസ്കുലിൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ മെയിൽ പീപ്പിൾസും ആനിമൽസും എല്ലാം കോമൺ ആയിട്ട് മസ്കുലിനായിരിക്കും. ഇവിടെ കാണുന്നത് പോലെ തന്നെ ദർ പ്രൊഫസർ, അതായത് പ്രൊഫസർ. അടുത്തത് ദർ സ്റ്റുഡൻറ്റ്, ദർ ലേറർ, ടീച്ചർ, ദർ ഗ്രോസ്ഫാറ്റർ, ഗ്രാൻഡ് ഫാദർ, ദർ ലൂവെ, ദ ലയൺ, ദർ കാറ്റർ, മെയിൽ ക്യാറ്റ്. In German, if it is a male person or animal, it's usually a masculine noun. ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അടുത്തതായി ഡേയ്സ്, മന്ത്സ് ആൻഡ് സീസൺസ്, ഇതെല്ലാം എപ്പോഴും മസ്കുലിനായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദർ മോൺടാഗ്, മൺഡേ, ദർ യാനുവാർ, ജനുവരി, ദർ ഫ്യൂലിംഗ്, സ്പ്രിംഗ്. നമുക്കറിയാം ജർമ്മൻ ഡേയ്സ് ഇൻ എ വീക്ക്: മോൺടാഗ്, ഡീൻസ്ടാഗ്, മിറ്റ്വോഹ്, ഡൊണേഴ്സ്ടാഗ്, ഫ്രൈടാഗ്, സാംസ്ടാഗ് ആൻഡ് സോൺടാഗ്. ഡേയ്സും മന്ത്സും എല്ലാം എപ്പോഴും മസ്കുലിൻ ആയിരിക്കും. അതായത് നമ്മൾ ഇതുപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിളായിട്ട് വരേണ്ടത് ദർ ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് പോയിന്റ്സ് ഓഫ് ദ കോമ്പസ്, അതായത് നമ്മുടെ ദിശകൾ, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇതെപ്പോഴും മസ്കുലിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. അതായത് ദർ സ്യൂഡൻ, സൗത്ത്, ദർ നോർഡ് വെസ്റ്റേൺ, നോർത്ത് വെസ്റ്റ്. പിന്നെ നമുക്കറിയാം വെർബ് സ്റ്റെം ആൻഡ് എൻഡുങ്. വെർബ് സ്റ്റെം ആൻഡ് അതിൻ്റെ എൻഡുങ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൗൺസ് എന്തായിരിക്കും? കോമൺ ആയിട്ട് മസ്കുലിൻ ആയിരിക്കും. അതായത് ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഷ്ലാഫൻ, ടു സ്ലീപ്പ്. ദർ ഷ്ലാഫ് എന്നാണ് ഇതിൻ്റെ നൗൺ വരുന്നത്. ദ ഒറിജിനൽ നൗൺ ഫ്രം ഷ്ലാഫൻ ഈസ് ദർ ഷ്ലാഫ്, സ്ലീപ്പ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലൗഫൻ, ടു റൺ. ഇതിൻ്റെ ഒറിജിനൽ നൗൺ ആണ് ദർ ലൗഫ്, റൺ. ദ നെക്സ്റ്റ് വൺ ഈസ് കേംഫൻ, ടു ഫൈറ്റ്. ഇതിൻ്റെ ഒറിജിനൽ നൗൺ ആണ് ദർ കേംഫ്, ഫൈറ്റ്. അടുത്തതാണ് ഔസ്റ്റൈഗൻ, ടു എക്സിറ്റ്. ഈ നൗണിൻ്റെ ഒറിജിനൽ വെർഷനാണ് ദർ ഔസ്റ്റീഗ്, എക്സിറ്റ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മസ്കുലിൻ നൗൺസിൻ്റെ എൻഡിങ്സ് എങ്ങനെയായിരിക്കും. നൗൺസിൻ്റെ എൻഡിങ് വെച്ച് മസ്കുലിൻ നൗൺസ് കണ്ടുപിടിക്കാനുള്ളൊരു ഈസി ട്രിക്കാണ് ഇത്. നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കും ഈ എൻഡിങ്സ് ആണ് മസ്കുലിൻ നൗണിന് കോമൺ ആയിട്ട് വരുന്നത്. അതായത് ഐ ജി, ലിങ്, ഇസ്മുസ്, ഇസ്റ്റ്, നെർ, ഇഷ്, ഓർ.
നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് IG, അതായത് ഈ ഗേ. ഇവിടെ ഇതിന് 3 എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദർ ഹോണിഷ്, ഹണി. സെക്കൻഡ് വൺ ദർ ക്യൂണിഷ്, കിങ്. തേർഡ് വൺ ദർ എസിഷ്, വിനെഗർ. അടുത്തതാണ് നൗണിൻ്റെ എൻഡിങ് LING, ലിങ് എന്ന സ്വരം വരുന്നതാണ്. ഇതിനുള്ള 3 എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദർ ഫൈഗ്ലിങ്, കവേർഡ്. നെക്സ്റ്റ് വൺ ഈസ് ദർ സോയ്ഗ്ലിങ്, ഇൻഫൻറ്റ്. തേർഡ് വൺ ദർ ഷ്മെറ്റർലിങ്, ബട്ടർഫ്ലൈ. അടുത്ത ടോപ്പിക്കാണ് നൗണിൻ്റെ എൻഡിങ് ഇസ്മുസ് എന്ന സ്വരം വരുന്നതാണ്. ഇതിനും ഇവിടെ 3 എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദർ കൊമ്യൂണിസ്മുസ്, കമ്മ്യൂണിസം. സെക്കൻഡ് വൺ ദർ ജോർണാലിസ്മുസ്, ജേർണലിസം. ലാസ്റ്റ് വൺ ദർ ക്യാപിറ്റലിസ്മുസ്, ക്യാപിറ്റലിസം. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിൻ്റെ എൻഡിങ് ഇസ്റ്റ് വരുന്നതാണ്. ഇതിനുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ് ദർ ജോർണാലിസ്റ്റ്, ജേർണലിസ്റ്റ്. സെക്കൻഡ് വൺ ദർ എക്സ്ട്രീമിസ്റ്റ്, എക്സ്ട്രീമിസ്റ്റ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിൻ്റെ എൻഡിങ് NER എന്നതായിട്ട് വരുന്നതാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദർ റെന്റ്നർ, that means pensioner. Second one ദർ ഷാഫ്നർ, കണ്ടക്ടർ. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിൻ്റെ എൻഡിങ് ഇഷ് എന്ന സ്വരം വരുന്നതാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദർ ടെപ്പിഷ്, കാർപ്പറ്റ്. ദർ ഫിർസിഷ്, പീച്ച്. ഇനി അടുത്തതാണ് നൗണിൻ്റെ എൻഡിങ് OR, ഓർ എന്ന് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദർ മോട്ടോർ, എൻജിൻ. ദർ ഔട്ടോർ, ഓദർ. ദർ സ്പോൺസോർ, സ്പോൺസർ. ഇവയൊക്കെയാണ് കോമൺ ആയിട്ട് മസ്കുലിൻ നൗൺസിൻ്റെ എൻഡിങ് ആയിട്ട് വരുന്നത്. ഈ നൗൺസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട അവസരം വരികയാണെങ്കിൽ അതിൻ്റെ ജെൻഡർ എന്താണെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വഴിയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫെമിനിൻ കേസാണ്. ഫെമിനിൻ കേസിൽ വരുന്ന പ്രധാനമായിട്ടുള്ള നൗൺസ് ഇവയാണ്. നമുക്കിവിടെ മുഴുവനും പറയാൻ സാധിക്കില്ല. നമ്മളെല്ലാത്തിൻ്റെ ഒരു ചുരുക്കം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫീമെയിൽ പീപ്പിൾ ആൻഡ് ആനിമൽസ് ഒക്കെ എന്തായിരിക്കും? ഫീമെയിൽ ജെൻഡർ വരുന്ന നൗൺസ് ആയിരിക്കും. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദി ഫ്രൗ, വുമൺ. ദി ലേററിൻ, ഫീമെയിൽ ടീച്ചർ. ദി എയർസ്റ്റിൻ, ഫീമെയിൽ ഡോക്ടർ. ദി ഷ്വെസ്റ്റർ, സിസ്റ്റർ. ദി കുഹ്, കൗ. ദി ലൂവിൻ, ലയണസ്. ഇവയൊക്കെയാണ് ഫെമിനിൻ ജെൻഡർ വരുന്ന കുറച്ച് നൗൺസിൻ്റെ എക്സാമ്പിൾസ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെമിനിൻ ജെൻഡർ നൗൺസിൻ്റെ കോമൺ ആയിട്ട് വരുന്ന എൻഡിങ്ങുകളാണ്. ഫസ്റ്റ് വൺ ഈസ് EI. Second one is height. Third one is in. Fourth one is shaft. Fifth one is Seventh one is date. Eighth one iron. പിന്നെ IK, IE, UR എൻഡിങ് E ആയിട്ട് വരുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നൗണിൻ്റെ എൻഡിങ് EI, അതായത് ജർമ്മൻ ഭാഷയിൽ AE ആയിട്ട് വരുന്നതാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് വൺ ഈസ് ദി പാർട്ടൈ, പൊളിറ്റിക്കൽ പാർട്ടി. സെക്കൻഡ് വൺ ദി ബ്രൗവറൈ, ബ്രൂവറി. അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് ഹൈറ്റ് ഓർഡർ കൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് വൺ ഈസ് ദി ഷ്വെറിഷ് കൈറ്റ്, ഡിഫിക്കൽട്ടി. ദി ഫ്രൈഹൈറ്റ്, ഫ്രീഡം. നെക്സ്റ്റ് വൺ ദി ഏൻലിഷ്കൈറ്റ്, സിമിലാരിറ്റി. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിൻ്റെ എൻഡിങ് IN, ഇൻ ആയിട്ട് വരുന്നത്. കോമൺ ആയിട്ട് ഫീമെയിൽ പേഴ്സൺസ് ഓർ ഫീമെയിൽ ഒക്യുപ്പേഷൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി ഫ്രോയിൻഡിൻ, ഫീമെയിൽ ഫ്രണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദി ഫെർകൗഫറിൻ,
ഫീമെയിൽ സെല്ലർ. ഇതിനുള്ള മറ്റൊരു എക്സാമ്പിളാണ് നാഹ്ബാർ, മീൻസ് നെയ്ബർ. നാഹ്ബാറിൻ എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽ നെയ്ബർ എന്നാണ് വരുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിൻ്റെ എൻഡിങ് ഷാഫ്റ്റ് വരുന്നതാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി ഫ്രോയിൻഷാഫ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്. നെക്സ്റ്റ് വൺ ദി വിർട്ട്ഷാഫ്റ്റ്, എക്കണോമി. നെക്സ്റ്റ് വൺ ദി വിസൻഷാഫ്റ്റ്, സയൻസ്. നെക്സ്റ്റ് വൺ നൗണിൻ്റെ എൻഡിങ് ആയിട്ട് വരുന്നതാണ്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി യൂബുങ്, എക്സർസൈസ്. ദി സൈറ്റും, ന്യൂസ് പേപ്പർ. ദി ബെഡോയിറ്റും, മീനിങ്. അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് ടേറ്റ്, TA ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി യൂണിവേഴ്സിറ്റേറ്റ്, യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ ദി ആക്ടിവിറ്റേറ്റ്, ആക്ടിവിറ്റി. അടുത്തതാണ് നൗണിൻ്റെ എൻഡിങ് ION ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി സിറ്റുവാക്സിയോൺ, സിറ്റുവേഷൻ. ദി നാക്സിയോൺ, നേഷൻ. അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് IK ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി മ്യൂസിക്, മ്യൂസിക്. ദി ലൂഗിക്, ലോജിക്. ദി പാനിക്, പാനിക്. അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് IE ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി തെറാപ്പി, തെറാപ്പി. നെക്സ്റ്റ് വൺ ദി ഫിലോസോഫി, ഫിലോസഫി. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നൗൺസിൻ്റെ എൻഡിങ് UR ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി കുൾട്ടൂർ, കൾച്ചർ. നെക്സ്റ്റ് വൺ ദി നാറ്റുവർ, നേച്ചർ. ഇനി അടുത്തതാണ് മോസ്റ്റ്ലി നൗൺസ് എൻഡിങ് ആയിട്ട് വരുന്ന നൗൺസ് എല്ലാം എന്തായിരിക്കും? ഫെമിനിൻ ജെൻഡർ ആയിരിക്കും. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദി ഗ്രൻസെ, ബോർഡർ. നെക്സ്റ്റ് വൺ ദി സൈറ്റെ, പേജ്. ദി സൈലെ, ലൈൻ. പക്ഷേ എല്ലാ കേസുകളിലും ഇത് അക്സെപ്റ്റബിൾ അല്ല. ചില സ്പെഷ്യൽ കേസുകളിൽ ഇതിന് മാറ്റമുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ദർ കേസെ, ചീസ്. ദർ കുണ്ടെ, കസ്റ്റമർ. ദസ് എൻഡ്, എൻഡ്. ചില കേസുകളിൽ ഇതിന് മാറ്റമുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നൗൺസ് ദാറ്റ് ആർ ന്യൂട്രൽ. ന്യൂട്രൽ ജെൻഡറിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന നൗൺസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ, ആനിമൽ ആൻഡ് ബേബീസ്. കുട്ടികൾക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ന്യൂട്രൽ ജെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് എക്സാമ്പിൾ ദ സ്കിൻഡ്, ചൈൽഡ്. ദ സ്കാൽപ്, കാഫ്. ദ സ്ലം, ലാംപ്. അടുത്തതാണ് ഇൻഫിനിറ്റീവ്സ് ടേൺഡ് ഇൻടു നൗൺസ്. ഇൻഫിനിറ്റീവ് മീൻസ് എന്താണ്? വെർബിനാണ് ഇൻഫിനിറ്റീവ് ഫോംസ് ഉള്ളത്. സോ ലേസൻ, ലേബൻ, എസ്സൻ. ലേസൻ മീൻസ് ടു റീഡ്, ലേബൻ ടു ലീവ്, എസ്സൻ ടു ഈറ്റ്. ഈ വെർബിനൊക്കെ നമുക്ക് ദസ് എന്ന ന്യൂട്രൽ ആർട്ടിക്കിളാണ് വരുന്നത്. കോമൺ ആയിട്ടും ജർമ്മൻ വെർബ്സിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ നമ്മൾ ന്യൂട്രൽ ജെൻഡർ ആർട്ടിക്കിളായ ദസ് ആണ് ഉപയോഗിക്കുന്നത്. Okay, next, the nouns with the following endings are usually neutral. The first example, diminutive suffixes. അതായത് നൗൺസിൻ്റെ എൻഡിങ് ഷൻ, ലൈൻ എന്നൊക്കെ വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദസ് മേഡ്ഷൻ, ഗേൾ. നെക്സ്റ്റ് വൺ ദസ് കനീൻഷൻ, റാബിറ്റ്. നെക്സ്റ്റ് ദസ് മെയിൻ ലൈൻ, ലിറ്റിൽ മാൻ. ഇനി അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് MENT, മെൻറ്റ് എന്ന് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദസ് എക്സ്പെരിമെൻറ്റ്, എക്സ്പെരിമെൻറ്റ്. നെക്സ്റ്റ് വൺ ദസ് എലിമെൻറ്റ്, എലമെൻറ്റ്. അടുത്തതാണ് നൗൺസിൻ്റെ എൻഡിങ് UM, ആയിട്ട് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ദസ് ക്രിസ്ത്യൻറ്റും, ക്രിസ്ത്യാനിറ്റി. അടുത്തത് ദസ് മ്യൂസിയം, മ്യൂസിയം. ഇതിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്താൽ ഫസ്റ്റ് വൺ മസ്കുലിൻ നൗൺസ്. കോമൺ ആയിട്ട് മസ്കുലിൻ നൗൺസ് ആയിട്ട് വരുന്നത് മെയിൽ പീപ്പിൾസ് ആൻഡ് ആനിമൽസ്, ഡേയ്സ്, മന്ത്സ് ആൻഡ് സീസൺസ്. പോയിന്റ്സ് ഓഫ് ദ കോമ്പസ്, നമ്മുടെ ദിശകൾ ഓരോന്നും.
അടുത്തതാണ് വെർബ് സ്റ്റെമ്മും എൻഡിങ്ങുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നൗൺസ്. ഇവയൊക്കെ കോമൺ ആയിട്ട് മസ്കുലിൻ ആയിരിക്കും. ഇനി കോമൺ ആയിട്ടും മസ്കുലിൻ നൗൺസിൻ്റെ എൻഡിങ് ആയിട്ട് വരുന്ന സ്വരങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് ഫെമിനിൻ ജെൻഡർ ആർട്ടിക്കിൾസ്. ഫീമെയിൽ പീപ്പിൾ ആൻഡ് ആനിമൽസ് ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത്. ഫെമിനിൻ ജെൻഡർ നൗൺസിൻ്റെ കോമൺ എൻഡിങ് ആയിട്ട് വരുന്ന 12 സ്വരങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നോട്രാൽ. കോമൺ നോട്രാൽ നൗൺസ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ, ആനിമൽ ആൻഡ് ബേബീസ്. കുട്ടികൾക്ക് നോട്രാൽ ജെൻഡറാണ് വരുന്നത്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ബേബീസിനും നോട്രാൽ ജെൻഡറാണ് വരുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇനി നമ്മൾ ഇതൊരു ജനറൽ വേർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ അനിമൽ എന്ന് മാത്രം പറയുമ്പോൾ അത് ദ സ്റ്റിയർ, അതും ഒരു നോട്രാൽ ജെൻഡറാണ് വരുന്നത്. അടുത്തതാണ് ജർമ്മൻ ഭാഷയിലെ കൂടുതലും വെർബുകൾ അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നോട്രാൽ ജെൻഡറാണ് വരുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസും നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു. ഈ റൂൾസിനൊക്കെ കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് പ്രാക്ടിക്കലാണ് എങ്കിലും ഈ ഒരു റൂൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. Okay, then bis bald, cheers. Now it's time for practice.